നിങ്ങളെ പറഞ്ഞു വന്നത് ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ ഏറെ കാരണമായി മാറുന്നത് അവരുടെ വൈവാഹിക ജീവിതമാണ്. ഇഹലോകത്തും അതിനപ്പുറം പരലോകത്തേക്കുള്ള ഒരു വലിയ അമലുകളുടെ കൂമ്പാരം നമുക്ക് കരസ്ഥമാക്കാനും അതിനൊക്കെയും കൃത്യമായ ഒരു തുടക്കം എന്നുള്ളത് വൈവാഹിക ജീവിതമാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നല്ല ഭർത്താവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരോടൊക്കെയും പ്രവാചകൻ പെരുമാറിയ രീതി, പ്രവാചകന്റെ 25-ാമത്തെ വയസ്സിൽ പ്രവാചകൻ ആദ്യ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം 25-ഉം ആദ്യ ഭാര്യ ഉമ്മു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 40-ഉമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ആ ചരിത്ര വസ്തുതകളിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു വന്നത് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഹദീസുകളെ ഒന്ന് നാം അവലോകനം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാകുമ്പോൾ ഒരു കാര്യം കൃത്യമാണ്. പ്രവാചകൻ ഒരു നല്ല ഭർത്താവും ഏതു രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല വൈവാഹിക ജീവിതം ഒരു സമൂഹത്തിൽ എങ്ങനെ കാണിക്കണമെന്നുള്ളതിന് കൃത്യമായ റോൾ മോഡലായിരുന്നു, മാതൃകയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കുറച്ച് സ്വഹാബത്ത് കടന്നു വരുന്നുണ്ട്. 3 സ്വഹാബത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആയിഷ, ഒരു പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയോട് ഒരു ഭർത്താവിന്റെ പ്രവാചകന്റെ അഭിപ്രായത്തെ കുറിച്ച് അവിടെ ചോദിക്കുന്നുണ്ട്. അല്ല ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രവാചകന്റെ ഉത്കൃഷ്ട സ്വഭാവം, പ്രവാചകന്റെ മാതൃകയാകുന്ന സ്വഭാവങ്ങൾ, പ്രവാചകന്റെ ഗുണങ്ങളിൽ നിന്ന് കുറച്ചെണ്ണം പറഞ്ഞു തരുമോ എന്നവിടെ നിന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ ഉമ്മമാരും ഓരോ ഭാര്യമാരും ആലോചിക്കണം, മറ്റുള്ളവരുടെ ചവിടത്ത് പോയി സ്വന്തം ഭർത്താവിന്റെ ന്യൂനതകളെ പറയുന്ന ഓരോ ഭാര്യമാരും ആലോചിക്കേണ്ടത് അവിടുന്ന് തന്റെ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകന്റെ ഒരുപാട് സ്വഭാവങ്ങൾ, എല്ലാ സ്വഭാവങ്ങളും, ഈ പ്രവാചകന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ അവിടുന്ന് കേട്ട് സ്വഹാബത്തൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് 3 സ്വഹാബത്തും അവിടുന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സ്വഹാബത്ത് വന്ന 3 സ്വഹാബത്തിൽ നിന്ന് ഓരോ സ്വഹാബത്തും ഓരോ പ്രതിജ്ഞ അവിടുന്ന് ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രതിജ്ഞ എന്തെന്ന് വെച്ചാൽ അവിടുന്ന് പ്രവാചകന്റെ ജീവിതം കണ്ട് പഠിച്ച ആയിഷ ബീവിയുടെ വാക്കിൽ നിന്ന് കേട്ട ആ വാക്കുകൾ കേട്ട് ഒരു സഹാബി അവിടുന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങുന്നില്ല കേട്ടോ, ഇനി മുതൽ രാത്രി എനിക്ക് ഉറക്കമില്ല. ഇത്രമേൽ കഷ്ടപ്പെട്ട് രാത്രിയുടെ യാമങ്ങളിൽ സജലങ്ങളായ കണ്ണുകളുമായി റബ്ബിലേക്ക് കരഞ്ഞടക്കുന്ന എന്റെ പ്രവാചകന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി മുതൽ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് ഒരാൾ അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മറ്റൊരാൾ വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്നു, എല്ലാ ദിവസവും പ്രവാചകന്റെ ജീവിതത്തിന്റെ കേട്ടവിടുന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഇനി എല്ലാ ദിവസവും ഞാൻ നോമ്പുകാരനാണ്, ഒരു ദിവസം പോലും ഞാൻ നോമ്പ് നോക്കാതെ എന്റെ ജീവിതം കടന്നു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ. മറ്റൊരു മനുഷ്യൻ അവിടെ പ്രതിജ്ഞ ചെയ്യാൻ, എനിക്ക് എന്റെ കുടുംബമൊന്നും വേണ്ട, എന്റെ ഭാര്യയായി അതല്ലെങ്കിൽ ഒരു ഭാര്യയില്ലാതെ അല്ലെങ്കിൽ ഒരു കുടുംബമായുള്ള ജീവിതമൊക്കെ മാറ്റിവെച്ച് ഞാനിനി റബ്ബിന് വേണ്ടി മാത്രം എന്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നു എന്ന് 3ാമത് ആളും അവിടുന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഈ 3 പ്രതിജ്ഞയും 3 മനുഷ്യരും അവിടുന്ന് കടന്നുപോയി. അങ്ങനെ കടന്നുപോയപ്പോ പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പ്രവാചകനോട് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ല ആയിഷ, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ അല്ലാഹുവിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിലൊക്കെയും
കൃത്യമായി ഇബാദത്ത് ചെയ്യുന്നവരാണ്. ക്ഷീണമായാൽ ഒരൽപ്പം മയങ്ങുന്ന ആളും കൂടിയാണ്. അതേപോലെ തന്നെ കൃത്യമായി എല്ലാം ചെയ്യുന്ന ആള് തന്നെയാണ്. അതിനപ്പുറം മറ്റു ചിലതും ചെയ്യുന്ന ആളാണെന്ന് അവിടുന്ന് ആയിഷയോട് അവിടെ നിന്ന് ലളിതങ്ങൾ പറയാൻ വീണ്ടും പറയുകയാണ്. എന്ന് മാത്രമല്ല ആയിഷ, ഞാൻ ചില ദിവസം നോമ്പ് നോക്കും, ചില ദിവസം നോമ്പ് നോക്കില്ല. ഞാനെല്ലാം ഒരു മിതത്വമായി ചെയ്യുന്ന ആളാണ് ആയിഷ എന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറയാ. അവസാനം പറയുകയാണ്, ഞാനൊരു ഭർത്താവാണ് ആയിഷ. ഭാര്യയുള്ള എല്ലാ ഭാര്യമാർക്കും അവരുടെ ഹക്ക്, അവരുടെ ബാധ്യത കൃത്യമായി നൽകുന്ന ഒരു യഥാർത്ഥ ഭർത്താവാണ് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഹാദിഹി സുന്നത്തി, അല്ല ആയിഷ, ഇതാണ് എന്റെ സുന്നത്ത്. അല്ലാതെ കുടുംബബന്ധം നോക്കാതെ, ഒരു കൃത്യമായി സാമൂഹികപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ, തന്റെ ഭാര്യമാരെ ഗൗനിക്കാതെ 24 മണിക്കൂറും പള്ളിയിൽ കുത്തിരിക്കലല്ല ഇബാദത്ത്. ഹാദിഹി സുന്നത്തി, എന്റെ ചര്യ അത് ഇതാണ് ആയിഷ. വമൻ അഅറദ അൻ സുന്നത്തി, ഇത് എന്റെ സുന്നത്തിനെ ആരാണോ നിഷേധിക്കുന്നത്, എന്റെ സുന്നത്തിനെ പിന്തിരിക്കുന്നത് ആരാണ്, അത് അമലുകളുടെ കൂമ്പാരം കൊണ്ടാകട്ടെ, അത് എന്റെ സുന്നത്തിനെ തൊട്ട് വിമുഖത കാണിക്കുന്നവൻ ഏത് മനുഷ്യനാണ്, ആ മനുഷ്യൻ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ആദരവായ പ്രവാചകർ തന്റെ ആയിഷ ബീവിയോട് ആ സംഭവത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നല്ല ഭർത്താവ്, പ്രവാചകനായതുപോലെയുള്ള ഭർത്താവ് നാം പലപ്പോഴും ആലോചിക്കേണ്ടത് വിശാലമായ വിഷയമാണ്. കുടുംബബന്ധത്തിന്റെ തുടക്കം, കുടുംബത്തിന്റെ തുടക്കം അത് വൈവാഹിക ജീവിതത്തിൽ നിന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്ത്, നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അസ്വാജൻ, ഇണകളെ. നാം കൃത്യമായി ആലോചിക്കണം. പലപ്പോഴും ആ മലയാളത്തിന്റെ അതിന്റെ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ മലയാളത്തിൽ ഭാര്യ, ഭർത്തൃ എന്നുള്ള പദം തന്നെ ഇസ്ലാമികമായി മാനമില്ല. അത് ഇസ്ലാമികമായി ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ ഫിഖ്ഹ്പരമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. കാരണം ഇസ്ലാമിൽ സൗജത്ത് എന്നാൽ പരസ്പരം ഇണകളാണ്. പക്ഷേ ഭാര്യ ഭരിക്കപ്പെടേണ്ട ആൾ, ഭർത്തൃ ഭരിക്കേണ്ട ആൾ എന്നുള്ള ആ ഒരു ആശയം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് അപകടമാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വശരീരത്തിൽ നിന്നാണ് ഇണകളെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ എല്ലാം തുറന്നു പറയാൻ, എല്ലാം നമ്മുടെ ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഇണ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സർവ്വതും തുറന്നു പറയാനും പരസ്പരം ചേർത്ത് വെക്കാനുമുള്ള ഒരു കുടുംബ ബന്ധത്തിന്റെ യഥാർത്ഥ തുടക്കമാണ്. നമുക്കറിയാം, പലപ്പോഴും പറയുന്ന ആളുകളുണ്ട്, നമുക്കിടയിലുള്ള പല ആളുകളുമുണ്ട്. ഒരുപക്ഷെ അത്യാവശ്യമായി ഖുർആനോ കിതാബോ ഓതിയ ആളുകളൊക്കെ പറയാം, അല്ല ഉസ്താദേ, റിജാൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഭരിക്കേണ്ടവരില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. എന്നാൽ അവിടെ ഖവ്വാമ എന്നുള്ളത് കൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭരിക്കൽ എന്നല്ല, ഭരിക്കൽ എന്നുള്ള അർത്ഥമല്ല, ആശയമല്ല, ഖിയാമ് എന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരസ്പരം സ്നേഹിച്ചും പരസ്പരം ചേർത്ത് വെച്ചും യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യമാരെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കമാകുന്നത് ഭാര്യമാർ തമ്മിലുള്ള കലഹങ്ങളാണ്. അത് മക്കളിലേക്ക് എത്തുന്നു, അത് പിന്നീട് പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യക്ക് ഭാര്യയുടെ ബാധ്യത വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. കേവലം ഭാര്യ എന്ന് പറയുമ്പോൾ അവരെ പണിയെടുപ്പിക്കേണ്ട ആളുകളല്ല, അവരെ ജോലി ചെയ്യിപ്പിക്കേണ്ടവരല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രവാചകൻ കാണിച്ചതുപോലെ, പ്രവാചകനുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, ചില ദിവസങ്ങളിൽ തന്റെ വീടടിച്ചു വാരും അത്രേ. ഏത് മദീനയുടെ രാജകുമാരൻ, ഏത് പ്രവാചകൻ ഒരു സഹാബത്തിനോട് അങ്ങ് പറഞ്ഞാൽ, ഒരു ലക്ഷക്കണക്കിന് സമൂഹത്തോടൊന്ന് പറഞ്ഞാൽ ആ വാക്കിനെ ശിരസാ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്ത പ്രവാചകൻ
തന്റെ വീട്ടിലേക്ക് ചെന്നാൽ ഒരു നല്ല ഭർത്താവായിരുന്നു. ഒരു പക്ഷേ ഇവിടെയുള്ള വാപ്പമാർ, ഇവിടെയുള്ള ഭർത്താക്കന്മാർ, ഓരോ ആളുകളും നാട്ടിലേക്ക് നല്ലവരാകാം, നിസ്കരിക്കാൻ കൃത്യമായി വരുന്നവരാകാം. പക്ഷേ തന്റെ ഭാര്യയുടെ മുന്നിൽ നല്ല ഭർത്താവാകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുക്കും 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 ലിഅഹ്ലി. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, നിങ്ങളിൽ നല്ലവൻ ആരെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ ആരെന്നറിയോ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളുടെ അഹ്ലിനോട്, നിങ്ങളുടെ ഇയാലിനോട്, നിങ്ങളുടെ കുടുംബത്തിനോട് നല്ലത് പുലർത്തുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. എന്നിട്ട് അവസാനിക്കുന്നില്ല, വഅന ഖൈറുക്കും ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലി. എന്നിട്ട് റസൂൽ പറയാ, ഞാനാണ് എന്റെ അഹ്ലിനോട് വല്ലാത്ത നന്മ കാണിച്ചത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള വിശ്വാസികളെ, ഈ വാക്കൊന്ന് നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് കൊണ്ടുവരണേ. നമ്മുടെ ഭാര്യമാരെ യാതൊരു കാരണവശാലും നാം ആക്രമിക്കരുത്. പലപ്പോഴും ഈ സമകാലിക സാഹചര്യത്തിൽ ഒരു പക്ഷേ പലപ്പോഴും വൈവാഹിക വിവാഹമോചനത്തിന്റെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഒരു പക്ഷേ മറ്റുള്ള തരത്തിലേക്കുള്ള ഭാര്യമാർ മറ്റുള്ളവൻ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ തന്നെ സജീവത എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് നാം നൽകേണ്ടത് നൽകിയില്ലെങ്കിൽ, അവരോട് പറയേണ്ടത് പറഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ വലിയ ഖേദം, വലിയ തരത്തിലുള്ള ദുരന്തം നമുക്ക് നേരിടേണ്ടി വരും. അവസാനിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വലാ യഗ്ലിബ്ന ഇല്ലൽ കരീം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്തെന്നറിയോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാന്യൻ എന്നുള്ളത് സ്ത്രീയെ ഭരിക്കുന്നവനല്ല, സ്ത്രീ ഭരിക്കപ്പെടുന്നവനാണ് മാന്യൻ. അതായത് സ്ത്രീ എന്ത് പറയുന്നവോ അത് കേൾക്കുന്നവർ. അതായത് ഇസ്ലാമിക മാനങ്ങൾക്കപ്പുറം പറയുന്നതല്ല, സ്ത്രീയുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കേൾക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മാന്യൻ എന്ന് മാത്രമല്ല റസൂൽ പറയുന്നത്, എവിടെയാണോ പുരുഷൻ സ്ത്രീ ആക്രമിക്കപ്പെടുന്നത്, അങ്ങനെ ആക്രമിക്കപ്പെടുന്നിടത്ത് അവളതാണ് മോശപ്പെട്ട ആള് എന്നും റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് റസൂൽ അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, അൻ അകൂന മഗ്ലൂബൻ കരീമ. എങ്ങനെയുള്ള ഭർത്താവാകലിനെയാണ്? സ്ത്രീ ഭരിക്കപ്പെടുന്ന ഒരു ഭർത്താവാകലിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂല പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കേണ്ടത്, സ്ത്രീ ഭരിക്കപ്പെടണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീയുടെ വീഡിയോ എടുത്ത്, അതല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സ്ത്രീയും ഭർത്താവും കൊഞ്ഞനം കുത്തുന്ന പരിപാടിയല്ല, പരസ്പരം അഭിനയിക്കുന്ന പരിപാടിയല്ല. ഇസ്ലാമികമായ മാനങ്ങൾ ഉൾക്കൊണ്ട്, ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് സ്ത്രീയുടെ അഭിപ്രായം പലപ്പോഴും ദയ്യൂത്ത് എന്ന് പറയുമ്പോ, പെൺകോന്തൻ എന്ന് പറയുമ്പോ പലപ്പോഴും നമുക്കിടയിലുള്ള ഒരു ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. സ്ത്രീയുടെ അഭിപ്രായം ആരാണ് കേൾക്കുന്നത്, അവനാണ് ദയ്യൂത്ത് എന്നുള്ളതാണ് ധാരണ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതല്ല. ദയ്യൂത്ത് എന്ന് പറയുമ്പോ സ്ത്രീ മറ്റൊരു ആണിനോട് സംസാരിക്കുന്നു, അവനിക്കൊരു കൂസലയല്ല. സ്ത്രീ മറ്റൊരു മനുഷ്യനുമായി ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം പുലർത്തുന്നു, അതൊരു പുരുഷന് പ്രശ്നമേ അല്ല. അതേപോലെ തന്നെ സ്ത്രീ ഔറത്തൊന്നും അത്ര ഗൗനിക്കാതെ ഔറത്തൊക്കെ മെലിഞ്ഞ് പട്ടണങ്ങളിലൂടെയും റോഡിലൂടെയൊക്കെ നടക്കുന്നു, അതൊക്കെയും പുരുഷൻ അത്ര ഗൗരവമേ അല്ല. സ്ത്രീ തന്റെ ഔറത്ത് അത്ര ഗൗനിക്കുന്നില്ല, അതൊന്നും പുരുഷൻ അത്ര ഗൗരവമേ അല്ല. അങ്ങനെ നടക്കുന്ന മനുഷ്യനാരോ അവനാണ് ദയ്യൂത്ത് എന്നാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏതോ ഒരു വീട്ടിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ ഭാര്യമാർ, അവർ 10-20 വർഷം തന്റെ വാപ്പ ചേർത്ത് വെച്ച് തന്റെ വാപ്പ കടന്നു വന്ന് തന്റെ വീട്ടിലെത്തുമ്പോ ആ വാപ്പ അങ്ങനെ നമുക്ക് ഒരു ചെറിയ ചടങ്ങിലൂടെ, ഒരു മഹത്തമായ ചടങ്ങിലൂടെ നമുക്ക് ഏൽപ്പിച്ചു തരുമ്പോ, ആ ഒരു ഏൽപ്പിക്കപ്പെട്ട കർമ്മത്തിന് ശേഷം എല്ലാം ഭാര്യ നമുക്കാകുമ്പോ, അങ്ങനെ നമുക്കാകുമ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റണം കേട്ടോ. അവരൊരിക്കലും അവഗണിക്കരുത്. അവരെ ചേർത്ത് വെച്ച്, അങ്ങനെ ചേർത്ത് വെച്ച ഭാര്യ ആരുണ്ടോ, അങ്ങനെ ഭാര്യയെ ചേർത്ത് വെച്ച് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോ ആ കുടുംബമാണ് നല്ല കുടുംബമാകുന്നത്. ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല കേട്ടോ. ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് മക്കൾ വൈവാഹിക ജീവിതം നടത്തി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയും കുടുംബം നല്ലൊരു കുടുംബമായി മാറും കേട്ടോ. നേരെ മറിച്ച് വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, പരസ്പരം ഭിന്നിപ്പിലാണ്, ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരെ കിടക്കാത്തൊരു സ്ഥിതിഗതിയാണ് എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കണ്ടുപിടിക്കുന്ന മക്കൾ ഭാവിയിൽ നമുക്കൊരു ദുരന്തമായി മാറും. നമ്മുടെ മക്കൾ
മക്കളുടെ വൈവാഹിക ജീവിതം അത് നമുക്കൊരു പ്രയാസമായി മാറും. പിന്നീട് ഡൈവേഴ്സിന് വേണ്ടിയോ വിവാഹമോചനത്തിന് വേണ്ടിയോ കോടതി ഇറങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. വിശാലമായ വിഷയമാണ്, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ നമ്മിലേക്ക് വന്ന നമ്മുടെ ഭാര്യമാരെ അവരെ ചേർത്ത് വെക്കാൻ, ആ പെൺമക്കളെ ആ പെൺതരികളെ ചേർത്ത് വെക്കലാണ് വൈവാഹിക ജീവിതം. അതാണ് നമുക്ക് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക. അതാണ് മുഅ്മിനീങ്ങളെ മുൻഗാമികളുടെ മാതൃക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് വെക്കേണ്ടവരാണ് നമ്മുടെ ഭാര്യമാർ. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും പരിഹരിച്ച് നല്ല കുടുംബമായി, കുടുംബമായി, സുഹൃതം വിളയുന്ന കുടുംബമായി, നന്മ വിളയുന്ന കുടുംബമായി നമ്മുടെ വീട് മാറണം. അങ്ങനെയുള്ള വീടാണ് റഹ്മത്തിന്റെ വീട് എന്ന് പറയുക. അല്ലാഹു നമ്മിൽ നിന്ന് അമലുകളൊക്കെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.